ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. മരണപ്പെട്ട സഹോദരങ്ങൾക്ക്, മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് സ്വതക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഉദാഹരണം, ഒരാൾ മരിച്ചു, അപ്പോൾ ആ ദിവസമോ പിറ്റേ ദിവസമോ 7-നോ 3-നോ 14-നോ 21-നോ 40-നോ ആണ്ടിനോ ഒക്കെ അരി വിതരണം നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു പോത്തിനറുത്ത് മാംസം വിതരണം ചെയ്യുകയാണ്. ഇത് കാരണം ആ മയ്യത്തിന് കൂലി കിട്ടുമോ, മയ്യത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് കിട്ടുകയില്ല എന്നുത്തരം പറഞ്ഞു. അതിന് സൂറത്തുൻ നജ്മിലെ അല്ലാ തസിറു വാസിറത്തും വിസറ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ വഹിക്കുകയില്ല, മനുഷ്യൻ അവൻ അധ്വാനിച്ചത് മാത്രമേ ഉള്ളൂ. ഒരാളുടെ ഈമാനും അമലും എന്താണോ അതാണ് മനുഷ്യനുണ്ടാകുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. ചില കാര്യങ്ങൾ എന്നാൽ പ്രത്യേകമായിട്ട് മയ്യത്തിന് ഉപകാരപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കണ്ടായി. അതായത് ഇപ്പോൾ സദഖത്തുൻ ജാരിയ, അതുപോലെ ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അതുപോലെ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. ഇനി സന്താനങ്ങൾ മാത്രമല്ല, മറ്റുള്ള വിശ്വാസികൾ മരണപ്പെട്ട ആൾക്ക് പ്രാർത്ഥിക്കുകയാണ്, അത് ഉപകാരപ്പെടാം. മയ്യത്ത് നമസ്കാരം ഉപകാരപ്പെടും അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ മയ്യത്തിന് നോമ്പ് വീട്ടാനുണ്ടെങ്കിൽ നോമ്പ് ബാധ്യതയായ നിലക്കാണെങ്കിൽ അത് മക്കളോ അടുത്ത ബന്ധുക്കൾക്കോ നോറ്റ് വീട്ടാവുന്നതാണ്. സാമ്പത്തികമായ കടമുണ്ട്, അപ്പോൾ അതൊക്കെ വീട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഖബർ സിയാറത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിൻ്റെ ഒന്നും ഫലം മയ്യത്തിന് കിട്ടുകയില്ല. കാരണം അത് ദുനിയാവാണ്, അമലിൻ്റെ ലോകം. ആഖിറത്ത്, മരണാനന്തരം ബർസഖും അതുപോലെ ആഖിറത്തൊക്കെ അമലിൻ്റെ ലോകമല്ല, ഹിസാബിൻ്റെ ലോകമാണ്. അത് ഹിസാബ്, യൗമുൽ ഹിസാബ് പരലോകത്താണ്. അപ്പോൾ അവിടെ അമലിൻ്റെ ഒരു ഘട്ടമല്ല. അമൽ ദുനിയാവിലെ ഈമാനും അമൽ സ്വാലിഹാത്തുകളുണ്ടോ അവിടെ വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് അരി വിതരണം ചെയ്യുക, അതുപോലെ പോത്തിൻ്റെ ഇറച്ചി വിതരണം ചെയ്യുക, ഇതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി ജീവിച്ചിരിക്കെ നബിയുടെ അടുത്ത ബന്ധുക്കളായ പലരും മരണപ്പെട്ടു. അവിടുത്തെ പല മക്കളും മരണപ്പെട്ടു. പല മക്കളും എന്ന് പറഞ്ഞാൽ 7 മക്കളാണ് നബിക്കുള്ളതിൽ 6 ആൾ മരണപ്പെട്ടു നബി ജീവിച്ചിരിക്കെ. ഭാര്യമാരിൽ 2 ആൾ നബി ജീവിച്ചിരിക്കെ മരണപ്പെട്ടു. അതുപോലെ നബിയുടെ അടുത്ത ബന്ധുക്കൾ പലരും മരണപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ എത്രയോ ആളുകൾ. അതുപോലെ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ പലരും വിയോഗം പ്രാപിച്ചു. എന്നിട്ട് അവരുടെ പേരിലൊന്നും ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും അരി വിതരണം ചെയ്യാൻ, അരി വാരുക എന്ന് പറയുന്നു. അതുപോലെ ആ കാലഘട്ടത്തിൽ കാരക്കയോ ബാർലിയോ ഇപ്പോൾ ഉണക്കമുന്തിരിയോ വിതരണം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമില്ലാത്ത കാര്യം നമ്മൾ ചെയ്തുകൂടാ, അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, ആമീൻ, അദ്ദേഹം അല്ലല്ലോ ഇവർ ഖുർആൻ്റെ ആയത്ത് മാത്രം മലയാള പരിഭാഷ നോക്കി പറയുകയാണ് എന്നൊക്കെ പറയണ്ടായി. ആ സുഹൃത്ത് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദീനീ രംഗത്ത് 10-30-ലധികം വർഷമായി പ്രവർത്തിക്കുന്നു. എത്രയോ ഖുർആനിൻ്റെ തഫ്സീറുകളും ഹദീസിൻ്റെ ഷർഹുകളും വായിച്ചും പഠിച്ചും നിരന്തരം പ്രബോധന രംഗത്ത് നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ ആ സുഹൃത്ത് തെറ്റിദ്ധാരണ മാറ്റണമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ കണ്ട ഹദീസ് അത് കാണാത്തവരല്ല നമ്മൾ. ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ആയത്തൊന്നും വേണ്ട എന്ന് വിചാരിക്കാൻ പാടില്ല. ഖുർആനാണ് അടിസ്ഥാനം, ഹദീസ് രണ്ടാമത്തെ പ്രമാണമാണ്. അപ്പോൾ ഒരു ഹദീസ് കിട്ടിയാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ നമ്മൾ ഇത് തന്നെയാണ്
പിന്നെ എല്ലാം എന്ന് വിചാരിക്കാൻ പാടില്ല. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. അതുകൊണ്ടാണ് ഈ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് പറയാനുള്ളത്, അദ്ദേഹം സഹീഹുൽ ബുഖാരിയിലെ 1388 വചനം എടുത്ത് പറയണ്ടായി. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താ പറയുക, ഒരു ഹദീസിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കേവലം പദാനുപത അർത്ഥം മാത്രമല്ല, ആ വിഷയത്തിൽ ഖുർആനിൻ്റെ സമീപനം എന്താണ്, ആ വിഷയത്തിൽ മറ്റ് ഹദീസുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വേണം ആ വിഷയം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് അദ്ദേഹം തന്നിട്ടുള്ള ബുഖാരിയിലെ 1388 ഹദീസ് പരിശോധിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റജുലൻ ഖാല ലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ വഅളുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത് ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ ഖാല നഅം. അർത്ഥം, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും നിവേദനം, നിശ്ചയം ഒരു വ്യക്തി, അന്ന റജുലൻ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരു വ്യക്തി. ഈ റജുലൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ഈ ഹദീസിൻ്റെ ഈ ബുഖാരിയുടെ വ്യാഖ്യാതാവായിട്ടുള്ള ഇമാം മുസ്തഫൽ ബഗാ പറയുന്നു. ഹുവ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. മഹാനായിട്ടുള്ള സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ് അവിടെ റജുലൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അദ്ദേഹം ഖാല ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹാ, എൻ്റെ മാതാവ് വളരെ പെട്ടെന്ന് അവിചാരിതമായിക്കൊണ്ട് മരണപ്പെട്ടു എന്നാണ്. അതായത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, മരണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരും എപ്പോഴും മരിക്കാം, പക്ഷേ ചില ആളുകളൊക്കെ വയ്യാതെ കടന്ന് പ്രയാസപ്പെട്ട് അങ്ങനെയായിരിക്കും മരിക്കുക ചില ആളുകൾ. എന്നാൽ ഇതങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു എന്നാണ്. അതാണ് ഉഫ്തുലിതത് നഫ്സുഹ എന്ന് പറഞ്ഞാൽ. വഅളുന്നുഹ, അങ്ങനെ ഈ മകനായിട്ടുള്ള സഅദ് ബിൻ ഉബാദ പറയാണ്, ഞാൻ ലൗ തകല്ലമത് തസദ്ദഖത്, അവർ സംസാരിച്ചിരുന്നുവെങ്കിൽ സദക്ക ചെയ്യാനായിട്ട് സദക്ക ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, അതുകൊണ്ട് പ്രവാചകരെ, മരണപ്പെട്ടു പോയ എൻ്റെ മാതാവിന് സദക്ക ചെയ്യാൻ ഞാൻ സദക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമോ? കാല, റസൂലുള്ള പറഞ്ഞു. ഈ ഹദീസ് കേൾക്കുമ്പോഴേക്ക് കാള വെറ്റെന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കാൻ പാടില്ല, കാള പൊറുമോ, കാളക്ക് ഗർഭം ധരിക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കണം. കാല നഅം, റസൂലുള്ള പറഞ്ഞു അതേ. മനസ്സിലായല്ലോ, അതേ എന്ന് പറഞ്ഞു. ഇത് ഏത് അധ്യായത്തിലെ ഇമാം ബുഖാരി കൊടുത്തത്? ബാബു മൗത്തിൽ ഫജ്അത്തിൽ ബഗ്ത, പെട്ടെന്നുള്ള മരണം എന്നുള്ള അധ്യായത്തിലാണ് കൊടുത്തത്. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതേ സംഭവം സഹീഹുൽ ബുഖാരിയിൽ നിന്ന് അല്പം വിശദീകരിച്ച് വന്നിട്ടുണ്ട്. അതേത് ബാബിലാ കേട്ടോളൂ. ബാബു ഇദാ ഖാല, ഒരാൾ പറഞ്ഞാൽ എന്ന് വിശദീകരിക്കുന്ന അധ്യായം. എന്താ പറയുന്നത്? അർളി, എൻ്റെ ഭൂമി, ഔ ബുസ്താനി, അല്ലെങ്കിൽ എൻ്റെ ബുസ്താൻ, സദഖത്തുൻ ലില്ലാഹി അൻ ഉമ്മി, അത് എൻ്റെ മാതാവിന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്കയാകുന്നു, ദാനമാകുന്നു. ഫഹുവ ജായിസുൻ, ബാബിൻ്റെ തലക്കെട്ടാട്ടോ ഞാൻ വായിക്കുന്നത്, അധ്യായത്തിൻ്റെ പേരാണ് വായിക്കുന്നത്. അതനുവദനീയമാണ് എന്നാണ്. അപ്പോൾ ഹദീസ് നമ്പർ എത്ര? 2756. ഏതാണ് ഹദീസിൻ്റെ ഗ്രന്ഥം? സ്വഹീഹുൽ ബുഖാരിയാണ്. മനസ്സിലായാലോ? ബാബിൻ്റെ പേര്, ഹദീസിൻ്റെ നമ്പറും ഒക്കെ വായിച്ചു. നേരത്തെ ഇദ്ദേഹം തന്ന ഹദീസിൻ്റെ വിശദീകരണമാണ്, കേട്ടോളൂ. അഖ്ബറനി യഅല അന്നഹു സമിഅ ഇക്രിമ യഖൂലു അംബഅന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഞങ്ങൾ അറിയിച്ചു എന്ന് പറയാണ്. അന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, നിശ്ചയം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തൂഫിയത്ത് ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ മാതാവ് വിയോഗം പ്രാപിച്ചു. വഹുവ ഗായിബുൻ അൻഹാ, അദ്ദേഹമാകട്ടെ തൻ്റെ മാതാവിൽ നിന്ന് ഗായിബായിരുന്നു.
ദൂരേക്ക് എവിടെയോ മറഞ്ഞ നിലയിലായിരുന്നു, അദ്ദേഹം എങ്ങോട്ടോ പോയതായിരുന്നു. ഫക്കാലയ റസൂൽ അല്ലാ, അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഇന്ന ഉമ്മി തൂഫിയത്ത് വഅന ഗായിബുൻ അൻഹാ, എൻ്റെ മാതാവ് തീർച്ചയായും മരണപ്പെട്ടു, ഞാൻ ഗായിബായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. അയംഫൗഹാ ഷൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹാ അൻഹാ, ഞാൻ അവർക്ക് സദക്ക ചെയ്താൽ ഉപകാരപ്പെടുമോ? കാല, അപ്പോൾ റസൂൽ പറഞ്ഞു നഅം, അതെ. എന്നിട്ട് ഇനി എന്താ സദക്ക ചെയ്യണത്? അത് നോക്കിക്കോളൂ. അത് കാരക്കയാണോ ബാർലിയാണോ? അരിക്ക് പകരം ഇപ്പോൾ അതിൽ അരിയുടെ സ്ഥാനത്ത് അതല്ലേ അറബികൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. ബാർലി, ഗോതമ്പ്, പിന്നെ ഉണക്കമുന്തിരിയൊക്കെ, അതാണോ? അല്ല. കാലഫ ഇന്നി ഉഷ്ഹിദുക, അദ്ദേഹം പറയാണ് തീർച്ചയായും ഞാൻ അങ്ങയെ സാക്ഷിയാക്കുന്നു, അന്നഹാഇത്വീ, എൻ്റെ തോട്ടം, അൽ മിഹ്റാഫ, മിഹ്റാഫ് എന്ന് പറയുന്ന തോട്ടം, സ്വതക്കത്തുൻ അലൈഹ, എൻ്റെ മാതാവിൻ്റെ പേരിലുള്ള സ്വതക്കയാകുന്നു, മാതാവിന് കൂലി കിട്ടാനുള്ള സ്വതക്കയാകുന്നു. ഹാഇത്വീ എന്ന് പറഞ്ഞാൽ ഹുവൽ ബുസ്താനു മിനൻ നഖൽ ഇദാ കാന ലഹു ജിദാർ. ഹാഇത്വീ എന്ന് പറയുക ചുറ്റും മതിലുകളുള്ള ഈത്തപ്പനയുടെ തോട്ടം, അതിനാണ് ഹാഇത്തി എന്നിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള തോട്ടമാണ്. അതിൻ്റെ പേരെന്താണ്? അൽ മിഹ്റാഫ്, ഇസ്മുൻ ലിഹാഇത്വഹി, അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ഈത്തപ്പന തോട്ടം, ചുറ്റുമതിലുള്ള തോട്ടം, അതിൻ്റെ പേരാണ് മിഹ്റാഫ്. അപ്പോൾ ആ തോട്ടമാണ് സദക്കയായി നൽകുന്നത്. അഥവാ എന്താണ് ഇതിലെ ഹെഡിങ്ങിൽ എന്താ പറഞ്ഞ നമ്മൾ? അർളി, എൻ്റെ ഭൂമി. മനസ്സിലാക്കണം. ഈ ബാബിൻ്റെ അധ്യായത്തിൻ്റെ പേര് അർളി ഔ ബുസ്താനി ഔ ബുസ്താനി സ്വതക്കത്തുൻ ലില്ലാഹി അൻ ഉമ്മി ഫഹുവ ജായിസുൻ, എൻ്റെ മരണപ്പെട്ടു പോയ മാതാവിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടാനുള്ള അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സദക്കയാണെന്ത്? ബുസ്താൻ, ഈത്തപ്പന തോട്ടം. അർളി അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നു എന്ന് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായമാണല്ലോ. അപ്പോൾ അതിലെന്താ ഇവിടെ നൽകിയത്? അരിയോ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ പോത്തിറച്ചിയോ അല്ല, മറിച്ച് ഈത്തപ്പനയുടെ തോട്ടം, ഒരു വഖഫ് ചെയ്യാന്ന് പറയില്ലേ, അതാണ് ഇവിടെ. അതല്ല സാധാരണഗതിയിലുള്ള സ്വതക്കയല്ല. മനസ്സിലാക്കണം. ഇതേ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബുഖാരിയിൽ ഇപ്പോൾ നമ്മൾ 2756 ഹദീസാണ് വായിച്ചത്. മനസ്സിലായില്ലേ? ഇനിതാ ഒന്നുകൂടെ വായിക്കാം. അത് ബാബുൽ ഇഷ്ഹാദി ഫിൽ വഖഫി വസ്വദക. മനസ്സിലായി? വഖഫ്, അതുപോലെ തന്നെ സ്വതക്ക. സ്വതക്ക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് നമ്മൾ നേരത്തെ വായിച്ചു. അതുതന്നെയാണ് ഈ ഹദീസിലുള്ളത്. ഞാൻ വായിക്കാം. അപ്പോൾ വഖഫിനൊക്കെ സാക്ഷിയാക്കൽ, അതുപോലെ സദക്കത്തുൻ ജാരിയക്കൊക്കെ പിന്നെ സാക്ഷിയാക്കൽ എന്നുള്ള അധ്യായം, അതാണ് ഈ അധ്യായത്തിൻ്റെ ഹെഡിങ്. ഹദീസ് നമ്പർ 2762. ഹദീസുകൾ നോക്കാതെ ഖുർആൻ്റെ പരിഭാഷ നോക്കിയിട്ട് നമ്മളങ്ങോട്ട് ചെറുതാക്കുകയാണ്. ചെറുതാക്കിയതിന് കുഴപ്പമില്ല, നമ്മൾ ചെറുത് തന്നെയാണ്, വലുതല്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനെയൊന്നും ആരെയും ചെറുതായി കാണുകയോ ഒന്നും ചെയ്യരുത്. അഹങ്കാരത്തിൻ്റെ സംസാരമൊന്നും ഉണ്ടാകരുത്. ആർക്കും നമ്മളടുത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല അഹങ്കാരം അണുമണി തൂക്കമുള്ളവർ, അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, പിന്നെ ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ, അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അല്ലാഹു തആല അത്തരം ദുസ്വഭാവങ്ങൾ നോക്കി നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഈ അധ്യായത്തിൽ കാണാം 2762 ഹദീസിൽ അതിൽ കാണാം അംബഅന ഇബ്നു അബ്ബാസിൻ അന്ന സഅദ ബിൻ ഉബാദ റളിയല്ലാഹു അൻഹും അഖാ ബനി സായിദ, അതായത് ബനു സായിദക്കാരുടെ സഹോദരനായിട്ടുള്ള സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തൂഫിയത്ത് ഉമ്മുഹു വഹുവ ഗായിബുൻ അൻഹാ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് വഫാത്തായി. ഫഅതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ
അള്ളാൻ്റെ റസൂലേ, ഇന്ന ഉമ്മി തൂഫിയത്ത് വഅന ഗായിബുൻ അൻഹാ, എൻ്റെ മാതാവ് ഞാൻ അപ്രത്യക്ഷനായിരിക്കെ, ഞാൻ വിദൂരത്തായിരിക്കെ, മറഞ്ഞ നിലയിലായിരിക്കെ എൻ്റെ മാതാവ് മരണപ്പെട്ടു. ഫഹൽ യൻഫഉഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ, ഞാൻ അവർക്ക് വേണ്ടി സദക്ക ചെയ്താൽ ഉപകാരപ്പെടുമോ? കാല, റസൂൽ പറഞ്ഞു നഅം, അതെ. അപ്പോൾ ഇവിടുത്തെ സദക്ക എന്ന് പറഞ്ഞാൽ എന്താ? സദക്കത്തുൻ ജാരിയാണ്, വഖഫാണ്. അതാണ് കേട്ടോളൂ. കാല ഫഇന്നീ ഉഷ്ഹിദുക അന്നഹാ ഇത്വൽ മിഹ്റാഫ സദക്കത്തുൻ അലൈഹാ, മിഹ്റാഫ് എന്ന് പറയുന്ന ഈ തപ്പന കൊണ്ടുള്ള ചുറ്റുമതിലുള്ള ആ തോട്ടം ഞാനിതാ എൻ്റെ മാതാവിന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ സദക്ക ചെയ്യുന്നു. അതാണ് വഖഫ് അല്ലെങ്കിൽ സദക്കത്തുൻ ജാരിയ എന്ന് പറയുന്നു. അതിന് പ്രവാചകരെ അങ്ങയെ ഞാൻ സാക്ഷിയാക്കുന്നു. വഖഫിന് സാക്ഷിയാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ആ ഹദീസുകളുടെ വിശദീകരണം. മനസ്സിലായല്ലോ? ഇത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ സഹീഹ് മുസ്ലിമിലെ വചനം 1631 ഹദീസ് നമ്പർ. അദ്ധ്യായത്തിൻ്റെ പേരോ ബാബുമാ യൽഹഖുൽ ഇൻസാന മിനസ് സവാബി ബഅദ വഫാത്തിഹി, മനുഷ്യൻ മരണാനന്തരം പ്രതിഫലത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം. അതാണ് അധ്യായത്തിൻ്റെ പേര്. എന്താ ഹദീസ്? നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇദാ മാതൽ ഇൻസാനു, മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ അവൻ്റെ അമലുകൾ നിശ്ചലമാകും, മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ, ജാരിയായിട്ടുള്ള സ്വദഖ അഥവാ വഖഫ്, ഔ ഇൽമി യുൻതഫഉ ബിഹി, ഉപകാരം ചെയ്യപ്പെടുന്ന അറിവ്, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, പിന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന സ്വാലിഹായിട്ടുള്ള സന്തതി. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ എണ്ണുന്നത്. അപ്പോൾ അതിലൊന്നാമത് എണ്ണിയത് എന്താ? സദഖത്തുൻ ജാരിയ. അതാണ് സഅദ് ബിൻ ഉബാദ നൽകിയത്. ഒന്നുകൂടെ പറയുന്നു, അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ റസൂലിൻ്റെ വീട്ടിൽ കുട്ടികൾ, കുടുംബങ്ങൾ പലരും മരണപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട അനുയായികളിൽ പലരും മരണപ്പെട്ടു. അവർക്കൊന്നും ഉണക്കമുന്തിരിയും അതുപോലെ ആട്ടിറച്ചിയോ ഒട്ടകത്തിൻ്റെ ഇറച്ചിയോ ഒന്നും വിതരണം ചെയ്തിട്ടില്ല, ബാർലി വിതരണം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരെ സാധാരണ ഭക്ഷണമായി കരുതിയിരുന്ന മറ്റുള്ള വസ്തുക്കളും വിതരണം ചെയ്തിട്ടില്ല. സ്വദഖത്തുൻ ജാരിയ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യണം, അത് ചെയ്താൽ ഉപകാരപ്പെടും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാവിനോ പിതാവിനോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ആഖിറത്തിൽ ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, അവർ ഈമാനോടുകൂടി മരിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾ സദഖത്തുൻ ജാരി ചെയ്തോളൂ, വഖഫ് എന്നുള്ള നിലയ്ക്ക് ചെയ്തോളൂ. ഹദീസിൽ പറഞ്ഞല്ലോ തോട്ടാണ് ചെയ്തതെന്ന്. അതുപോലെ ഒരു 10 സെൻറ്റ് ഭൂമിയോ 1 ഏക്കർ ഭൂമിയോ ഒക്കെ കൊടുക്കാം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.